തെറ്റില്ല. കാരണം നയിക്കാൻ അവർ മുന്നിൽ തന്നെയുണ്ട്. അവരുടെ ഓരോ സ്പന്ദനവും അത്രമേൽ അറിയാവുന്നവരാണ്. 6 മാസം ഗർഭിണിയാണെങ്കിൽ എന്താ, മാറി നിൽക്കാനാകില്ലല്ലോ. എൻ്റെ കുട്ടികളല്ലേ. നിറവയറോടെയാണ് സോജ സഹ്റ എന്ന അധ്യാപിക കുട്ടികളുടെ ഒപ്പനയുടെ ചുവടുകൾ തെറ്റാതെ നോക്കുന്നത്. ഇവർ കളിക്കുന്ന കൊട്ടോ അല്ലെങ്കിൽ ഇവർ കളിക്കുന്ന പാട്ടോ പോലും ഇവർ ഇന്ന് വരെ കേട്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു മൗനത്തിന്റെ ലോകത്ത് നിന്നാണ് ഇവർ ഇത്രയും നല്ല ഭംഗിയിൽ നമ്മളെ മുന്നിൽ നിന്ന് പെർഫോം ചെയ്യുന്നത്. ഇത്രയും കുട്ടികളുടെ മുന്നിൽ നിന്ന് പെർഫോം ചെയ്യുക, നമ്മൾ ജനറൽ കുട്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നേടിയെടുത്ത ക്വാളിഫിക്കേഷൻസോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സോ ഒന്നും അല്ലാതായി പോകുന്ന ഒരു നിമിഷം. ഇങ്ങനെയുള്ള കുട്ടികളെ മുന്നിൽ അവരുടെ സന്തോഷം, അവരുടെ പാരൻസിന്റെ സന്തോഷം, ഇപ്പൊ ഇവർ കളിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അവർക്കറിയില്ല. ഇപ്പൊ ഞാൻ മുന്നിൽ നിന്ന് ഇവർക്ക് ആക്ഷൻ കൊടുക്കുന്ന സമയത്ത് എൻ്റെ മുഖത്ത് ചിരി കണ്ടാൽ അവർ ചെയ്യുന്നത് പെർഫെക്റ്റ് ആണെന്നാണ് അവർ വിചാരിക്കുന്നത്. എൻ്റെ മുഖത്തൊന്ന് വാട്ടം വന്നാൽ അവർ വിചാരിക്കുന്നത് എന്താണ് അവിടെ മിസ്റ്റേക്ക് വന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം ഹാപ്പിയായി കുട്ടികളായിട്ട് ഏറ്റവും ചിരിച്ച് കളിച്ച് അവരെ കൊണ്ട് അവരുടെ കഴിവുകൾ പുറത്തെടുപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു കലാമേള കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നും ഒരു തടസ്സമല്ല, ജീവിതം എന്താണോ നമുക്ക് തരുന്നത് അതിനൊപ്പം നമ്മൾ പൊരുത്തപ്പെട്ട് മുന്നേറുക എന്നുള്ളത് തന്നെയാണ് ഈ കലാമേളകളൊക്കെ നമുക്ക് നൽകുന്ന പാഠം. ഇത് ഞങ്ങളുടെ കുട്ടികളല്ലേ, അവരെ ഞങ്ങൾക്കും ഞങ്ങളെ അവർക്കും അറിയാമല്ലോ. ആ വാക്കുകൾ പറയുന്നുണ്ട് ആ ഇഴയടുപ്പത്തിന്റെ ആഴം. അവരുമായിട്ട് നമ്മളുള്ള ഒരു ബന്ധം തന്നെയാണത്. അവർ നമ്മളോട് അത്രയും കോപ്പറേറ്റ് ചെയ്യും, നമ്മൾ അവരോടും സ്നേഹത്തോടെ ഇവർ തന്നെയാണ്. ഞങ്ങളെ മക്കളെ പോലെ കരുതി അവരെ ഇമ്പ്രൂവ് ചെയ്യിക്കുക, നല്ല രീതിയിൽ അവരെ എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന പരമാവധി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ ഞങ്ങളോട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് റിസൾട്ട് അവർക്ക് ശബ്ദം പകരുന്നവർ, കാഴ്ചകളേകുന്നവർ ഒപ്പം തന്നെയുണ്ട്. ഒരുമയുടെയും ചേർത്തു നിർത്തലിന്റെയും സന്ദേശം നൽകുന്ന ഈ കൂട്ടുകെട്ട് ഇപ്പൊ 29 വർഷമായി. കുഞ്ഞുനാളിലെ തൊട്ട് തന്നെ ഇവളെ കാണുന്നതാ. കുഞ്ഞുനാളിലെ തൊട്ട് തന്നെ കണ്ട് അവൾ ഓരോരുത്തരും ഇങ്ങനെ പഠിപ്പിച്ച് അങ്ങനെ ഇവർക്ക് വേണ്ടി തന്നെയാണ് അധ്യാപകർ മുഴുവൻ തന്നെ ജീവിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ നിൽക്കുന്നത്. അനീസ് തോട്ടക്കാടിനൊപ്പം അരുണമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. അവർക്ക് ശബ്ദമേകുന്ന അധ്യാപകരില്ലേ. തുടക്കത്തിൽ ആ ഒരു അധ്യാപിക പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ മുഖത്ത് നോക്കിയാണ് അവർ കളിക്കുന്നത്, ഞാൻ ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്കറിയാം ശരിയായിട്ടാണ് അവർ ചെയ്തത്. എൻ്റെ മുഖം ഒന്ന് വാടിയാൽ അവർക്കത് തെറ്റിയോ എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ വരും. അതുകൊണ്ട് തന്നെ തീരുന്നത് വരെ ചിരിച്ചുകൊണ്ട് നിന്ന് കുട്ടികളെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അധ്യാപകരെല്ലാവരും നമുക്ക് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുമല്ലേ. അരുൺ അമൃതനാഥ് കൂടുതൽ വിശേഷം പറയാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഇത് നമ്മൾ ഒരുപക്ഷെ ആദ്യമായി കാണുന്ന ഒരു കാഴ്ചയല്ല. സ്പെഷ്യൽ സ്കൂൾ കലോത്സവ വേദികളിലായാലും കലോത്സവ വേദികളിലൊക്കെയും നമ്മൾ കാണുന്നതാണ് അധ്യാപകർ കുട്ടികൾക്കൊപ്പം ഇങ്ങനെ അവർ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ പുറത്ത് നിന്ന് ഇങ്ങനെ ഇവരിവിടെ നിന്ന് കാണിച്ചു കൊടുക്കുന്നത് കുട്ടികൾ അതുപോലെ ചെയ്യാനായിട്ട്. സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർ കുറച്ച് അധികം അറ്റൻഷൻ വേണ്ട, കെയർ വേണ്ട കുട്ടികളാണ്. ഈ ഒരു കാഴ്ച നമ്മൾ മുൻപും കണ്ടിട്ടുണ്ടെങ്കിലും എപ്പോൾ കണ്ടാലും നമ്മൾക്ക് കൗതുകം തോന്നുന്ന, സന്തോഷം തോന്നുന്ന ആ ഒരു ബന്ധത്തെക്കുറിച്ച് നമ്മൾ അറിയാതെയെങ്കിലും ഓർത്ത് പുഞ്ചിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് അല്ലേ അരുൺ? സന്ധ്യ, എന്തൊരു പോസിറ്റീവ് വൈബായിരുന്നു എന്നറിയാം അവിടെ പോയപ്പോൾ. നമ്മൾ സാധാരണ കലാപ്രകടനങ്ങളൊക്കെ വേദിയിലേക്ക് മാത്രമാണ് നമ്മൾ നോക്കിയിരിക്കുക. ഇത് എവിടെ നോക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. ഇങ്ങനെ മാറി മാറി നോക്കുകയായിരുന്നു. അധ്യാപകരെ നോക്കുന്നു, കുട്ടികളെയും നോക്കുന്നു, അത് തന്നെ അവരതേപോലെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ തന്നെ നോക്കി പോകുന്നതാണ്. അപ്പോൾ എന്തോളം അത്രത്തോളം ഒരു ആത്മബന്ധവും ആ ഒരു അവരുടെ ഒരു ബോണ്ടിങ്ങും ഒക്കെ കാണാൻ തന്നെ നമുക്ക് ഒരു ഭംഗിയായിരുന്നു. അതിൽ ഒരു ടീച്ചർ നമുക്കറിയാം, അവർ നിറവയറോടെയാണ് അവിടെ വന്ന് 6 മാസം ഗർഭിണിയാണ്. അപ്പോൾ ആ ടീച്ചർ തന്നെ പറഞ്ഞാണ്, ഇത് നമ്മുടെ കുട്ടികളല്ലേ. അതിനും അപ്പുറത്തേക്ക് അവർ പറയും, നമ്മളെല്ലാത്തിനെയും മറന്ന് നമ്മൾ ജീവിതം ആസ്വദിക്കാനുള്ളത്, നമ്മളെല്ലാ പരിമിതികളും എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് അതിനൊപ്പം അതിനെയും മറികടന്ന് പോവുക എന്നുള്ളൊരു ടീച്ചറുടെ സന്ദേശം തന്നെ ഉണ്ട്. അത് തന്നെയാണ് അവിടെ പെർഫോം ചെയ്യുന്ന എല്ലാ കുട്ടികളുടെയും എനർജിയും ബോണ്ടിങ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ അവരുടെ കാഴ്ചകളൊക്കെ ഇത് കൗതുകത്തോടെയാണ് ഈ കാണികളും കാട്ടിയിരിക്കുന്നത്. അവരും 2 സ്ഥലത്തേക്ക് നോക്കുന്നതായിട്ട് നമുക്ക് കാണാം അവിടെ നിന്നൊക്കെ. അപ്പോൾ ഇത്തരം കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ സ്കൂൾ കലോത്സവം എന്ന് പറഞ്ഞാൽ വലിയൊരു വേദിയിലേക്ക് എത്തുമ്പോൾ ഇത് നമുക്ക് വളരെ വിശാലമായി തന്നെ കാണാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കുന്നു, അതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെയാണ് നമ്മുടെ വിജയമുള്ളത്. ഇത്തരം കാഴ്ചകളൊക്കെ തന്നെ വലിയൊരു ഊർജ്ജമായിരുന്നു. കാരണം എൻ്റെ കൂടെയുള്ള നമ്മുടെ അനിലേട്ടനോടും അനീഷേട്ടനോടും ഒക്കെ ഞാനും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അവരും ഇങ്ങനെ മാറി പറയുമ്പോൾ അങ്ങനെ ആസ്വദിച്ച് നോക്കി
നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് സന്ധ്യ. അപ്പോൾ ആ ഊർജ്ജത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. നമ്മൾ ഈ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന്റെ വേദിയിലേക്ക് പോകുമ്പോൾ നമ്മൾ വേദിയിലും നോക്കും, പുറത്ത് നിൽക്കുന്ന അധ്യാപകരെയും നോക്കും എന്നുള്ളത് ഒരു വസ്തുതയാണല്ലേ. അത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും എന്നതുമാണ്. ഓരോ അധ്യാപകരും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ കുട്ടികളാണ്, നമുക്ക് അവർക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത്. 6 മാസം ഗർഭിണിയായ ഒരു അധ്യാപികയും അവിടെ നിന്ന് ആവേശത്തോടൊപ്പം എല്ലാ സ്റ്റെപ്പും അവിടെ നിന്ന് ചെയ്യുന്നുണ്ട് എന്നതാണ്. നമുക്കറിയാം ഒരു ഗർഭിണിയുടെ അവശത എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. പക്ഷെ അതൊക്കെ മറന്ന് കുട്ടികൾക്ക് വേണ്ടി, കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്യണം എന്നൊരു ചിന്ത ഉള്ളത് കൊണ്ട് മാത്രം അവിടെ നിൽക്കുന്ന അധ്യാപകരെയാണ് നമ്മൾ കണ്ടത്. എന്തായാലും മനോഹരമായ കാഴ്ച. അരുൺ പറഞ്ഞതുപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചയോട് കൂടിയാണ് ഇന്നത്തെ തത്സമയം റിപ്പോർട്ട് നമ്മൾ തുടങ്ങിയത്. ശരി.